സച്ചിയും രേവതിയും ഒന്നിച്ചിട്ട് 1 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ വിവാഹ വാർഷിക ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന അവരുടെ വിവാഹ വാർഷിക ദിവസം വന്നെത്തുകയാണ്. രേവതിയും സച്ചിയും രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോകുന്നതാകട്ടെ നമ്മുടെ രേവതിയുടെ അമ്മ കൊടുത്ത ഷർട്ട് ഇട്ടിട്ടാണ് സച്ചി അമ്പലത്തിൽ പോകുന്നത്. തലേ ദിവസം തന്നെ ലക്ഷ്മി ചന്ദ്രോദയത്തിൽ വന്ന് സച്ചിക്കും രേവതിക്കും ഉടുപ്പെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവർ അമ്പലത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ സച്ചിയുടെ ഡ്രസ്സൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അടിപൊളി ഡ്രസ്സാണല്ലോ സച്ചി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഇത് രേവതിയുടെ അമ്മ എനിക്ക് മേടിച്ചു തന്നതാണെന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് നമ്മുടെ അച്ചമ്മ വരുന്നത്. അച്ചമ്മയെ കാണുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ സന്തോഷവും. അച്ചമ്മ എന്താ പ്രതീക്ഷിക്കാതെ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ മോൻ്റെയും മോളുടെ വിവാഹ വാർഷികമല്ലേ, ഞാൻ വരാതിരിക്കുമോ എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ അച്ചമ്മക്ക് ഈ ദിവസമൊക്കെ ഓർമ്മയുണ്ടോ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എന്താ പരിപാടികളൊന്നും ഇല്ലെന്ന് അച്ചമ്മ അന്വേഷിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്ത് പരിപാടി, ഞങ്ങൾ അതേ അമ്പലത്തിൽ പോയൊന്ന് വരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും, നിന്റെ ഷർട്ട് കൊള്ളാലോടാ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് രേവതിയുടെ അമ്മ മേടിച്ചെന്ന ഷർട്ടാണ് അച്ചാമ്മയെ, അച്ചാമ്മ ഏതായാലും ഇന്നത്തെ എന്തായാലും ഇവിടെ നൂണൊക്കെ കഴിച്ച് രാത്രി പോയാൽ മതി എന്ന് പറഞ്ഞ് അച്ചാമ്മയെ അവിടെ ഇരുത്തിയിട്ട് ഇവർ അമ്പലത്തിൽ പോവുകയാണേ. അമ്പലത്തിലൊക്കെ പോയി കറങ്ങി ഇവർ നമ്മുടെ രേവതിയുടെ വീട്ടിൽ കയറും. രേവതിയുടെ വീട്ടിൽ കയറുമ്പോഴാണ് സച്ചി ആ സത്യം മനസ്സിലാവുന്നത്. സച്ചി ഇട്ട ഷർട്ട് മേടിച്ചു കൊടുത്തത് രേവതിയുടെ അമ്മയല്ല, മറിച്ച് ശരത്താണ്. അതറിയുന്നതും സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ വീട്ടിൽ വെച്ച് തന്നെ ആ ഷർട്ട്, ഇവൻ മേടിച്ചു തന്ന ഷർട്ടാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആ ഷർട്ട് ഊരിയിട്ട് രേവതിയും കൂട്ടി ഷർട്ട് ഇടാണ്ട് കാറിൽ കയറി പോവുകയാണ്. എന്നിട്ട് സച്ചിയും രേവതിയും കൂടി ഒരു കടയിൽ കാണുമ്പോഴേക്കും അവിടെ കയറി വേറൊരു ഷർട്ട് എടുത്ത് ഇടുന്നുമുണ്ട്. എന്നിട്ട് പുതിയ ഷർട്ട് ഇട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും ശ്രുതിക്കും ചന്ദ്രക്കൊക്കെ ഭയങ്കര സംശയം, ഇതെന്താ സച്ചി പോയ ഷർട്ടല്ല ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്, പോയപ്പോൾ നല്ല അടിപൊളി ഷർട്ട്, ഇതെന്താ ഈ ഷർട്ട് എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ അത് പോണ സമയത്ത് അഴുക്കായി, അപ്പോൾ ഞാനത് മാറ്റി പുതിയ ഷർട്ട് ഇട്ടു എന്ന് പറയുന്നുണ്ട്. അല്ല എന്തോ പന്തികേടുണ്ടെന്ന് ചന്ദ്രയും ശ്രുതിയും പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, എന്ത് പന്തികേട്, ഞാനായാലും എൻ്റെ ബാഗിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കരുതും, എൻ്റെ ഡ്രസ്സിന് എന്തെങ്കിലും പറ്റി ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിടും, അതുപോലെ തന്നെ ആയിരിക്കില്ലേ സച്ചിയേട്ടനും ചെയ്തത്, ഈ ഡ്രസ്സ് മാറിയതിലൊക്കെ എന്ത് സംശയിക്കാനിരിക്കുന്നു എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയും ചന്ദ്രയും ആ സംശയം വിടുന്നില്ല. അവർ പറയുന്നുണ്ട്, അമ്പലത്തിൽ പോയപ്പോൾ എന്തോ സച്ചിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വർഷയും ശ്രീകാന്ത് പറയും, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോവുകയാണ്. എന്നിട്ട് സച്ചിയും രേവതിയൊക്കെ നല്ലോണം റെഡിയായി ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും കൊണ്ട് നല്ല വലിയ അടിപൊളി കേക്കും ആയിട്ട് വരുവാണേ. ശ്രീകാന്തിൻ്റെ വർഷയുടെയും കയ്യിൽ വലിയ പെട്ടി കാണുമ്പോൾ സുധി ഞെട്ടുന്നുണ്ട്, ഇതെന്താടാ, ഇത് രേവതി ചേച്ചിക്കും സച്ചി ഏട്ടനും ഞങ്ങളുടെ വകയുള്ള സമ്മാനമാണെന്ന് വർഷ പറയുന്നുണ്ട്. സച്ചിൻ രേവതിയും കേക്ക് കാണുമ്പോൾ ഞെട്ടുന്നുണ്ട്, കാരണം അത്ര വലിയ കേക്കാണ് ഇവർ ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നത്. ചന്ദ്ര അത് കാണുമ്പോൾ പറയുന്നുണ്ട്, ഓ ഇവരുടെ വാർഷികം ആഘോഷിക്കാൻ എന്തിന് ഇത്ര വലിയ കേക്ക്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, എന്തോ സിനിമ റിലീസായ പോലെ ആ കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി ഇത്രയും വലിയ കേക്കൊക്കെ കൊണ്ട് വന്നിരിക്കുന്നത്. വർഷ അതിനുള്ള തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട്, വിവാഹ വാർഷികം എപ്പോഴും നമ്മൾ ആഘോഷിക്കണം, അതൊക്കെ സന്തോഷമുള്ള ജീവിതത്തിലെ സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ, അതൊക്കെ നമ്മൾ ആഘോഷിക്കണ്ടേ. രേവതി ചേച്ചി എങ്ങനെയുണ്ട് കേക്ക് എന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞ് പെട്ടി തുറന്ന് കാണിക്കുമ്പോഴേക്കും നല്ല അടിപൊളി കേക്ക്. സുധിയുടെ വായിലൊക്കെ വെള്ളം വരുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, രേവതിയുടെ വീട്ടുകാരും വിളിച്ചവരൊക്കെ വരട്ടെ, എന്നിട്ടൊക്കെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയുവാണ്. അപ്പോഴേക്ക് രേവതിയുടെ അമ്മയും ദേവും വരുന്നുണ്ട്. ശരത്ത് വരുന്നില്ല, കാരണം ശരത്ത് വരുന്നത് സച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. ദേവും അമ്മയും കൂടി വരുവാണ്. ദേവും അമ്മയും വരുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവരൊക്കെ ആരാ ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയുമ്പോൾ രവി പറയും, അവർ വിളിച്ചുകൊണ്ടല്ല അവർ വന്നത്, അതെത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു. അപ്പോൾ തന്നെ രേവതി ഭയങ്കര സന്തോഷത്തിൽ അവരെ വിളിച്ച് അകത്തൊക്കെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ അവരെ ആരും ചന്ദ്രയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഇവരെയൊന്നും രേവതിയും സച്ചിയൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ട്, ദേവുവിനെയും അമ്മയൊക്കെ. എന്നിട്ട് പിന്നെ കയറി വരുന്നത് നമ്മുടെ വർഷയുടെ അമ്മയാണ്. വർഷയുടെ അമ്മേനെ രവീന്ദ്രൻ പറഞ്ഞിട്ട് വർഷ വിളിച്ചതാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആ മഹിമയെ വാ, എവിടെ വർഷയുടെ അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അച്ഛന് വേറൊരു പരിപാടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ എന്തായാലും നിങ്ങളെങ്കിലും വന്നല്ലോ, ആ വഴക്കൊക്കെ ദേഷ്യമൊക്കെ മാറി വന്നല്ലോ എന്ന് പറയുമ്പോൾ മഹിമ പറയും, എന്ത് ദേഷ്യം, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നു എന്ന് പറഞ്ഞ് മഹിമയും വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സുധിക്കാണ് തിരക്കട്ടെ കേക്ക് മുറിക്കാൻ. സുധി പറയുന്നുണ്ട്, ഇപ്പം എല്ലാവരും ആയില്ലേ, ഇനി ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്,
ചെയ്യുന്നത്, നമുക്ക് കേക്ക് മുറിക്കാലോ എന്നൊക്കെ പറഞ്ഞ് കേക്ക് മുറിക്കാൻ പോവുകയാണ്. കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവരും പരസ്പരം കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. രേവതി സച്ചിക്ക് വായിലിട്ട് കൊടുക്കും, സച്ചി രേവതിക്ക് വായിലിട്ട് കൊടുക്കും, രേവതി വർഷയ്ക്ക് വായിലിട്ട് കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ. എന്നിട്ട് വർഷയും രേവതിയും കെട്ടിപ്പിടിച്ച് നല്ല സന്തോഷത്തിൽ നിൽക്കണ കാണുമ്പോൾ ശ്രുതിക്ക് നല്ല അസൂയ തോന്നുന്നുണ്ട് ഇവരുടെ സ്നേഹം കണ്ടിട്ട്. ശ്രുതി അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റണം, അതിനുള്ളൊരു വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മഹിമ കൊണ്ടുവന്ന ഗിഫ്റ്റ് രേവതിക്ക് കൊടുക്കുന്നത്. രേവതി, നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെയാ കാണുന്നത്, ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് രേവതിക്ക് കൊടുക്കുവാണേ. രേവതി തുറന്നു നോക്കുമ്പോൾ 2 സ്വർണ്ണവളകൾ. രേവതിക്ക് അത് കാണുമ്പോൾ എന്തോ പോലെ ആകുവേ. സച്ചിയുടെ മുഖം മാറും. പറയും, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്, നിന്നെ ഞങ്ങൾ അന്ന് ഒരുപാട് അപമാനിച്ചതല്ലേ, ഈ വള അതിനേക്കാളും നല്ല വളയാ, നീ ഒന്ന് ഇട്ട് നോക്കിക്കേ, നിനക്ക് നന്നായി ചേരും എന്ന് പറയുമ്പോൾ രേവതി ആ വള മേടിച്ച് ഇങ്ങനെ നോക്കുവേ. നോക്കിയിട്ട് നേരെ കൊണ്ടേ നമ്മുടെ വർഷയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയും, അപ്പം മഹിമ പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ വർഷയ്ക്ക് ഇട്ട് കൊടുത്തത്? വർഷ പറയും, എന്തിനാ ചേച്ചി എനിക്ക് തന്നത്, ഇത് ചേച്ചിക്ക് തന്നതല്ലേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ കൈനീളം ചേരുന്നത് ഈ വള വർഷയുടെ കയ്യിനാണ്, അവളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയും, ഞാൻ നിന്നെ എൻ്റെ മോളെ പോലെയാണ് കാണുന്നത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ആ നിങ്ങൾ മോളെ പോലെയല്ലേ കാണുന്നത്, അപ്പോൾ വർഷ ആരാ? രേവതിയുടെ അനിയത്തി, ചേച്ചി അനിയത്തിക്ക് കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് പറയും. രേവതി ചെയ്ത ആ പ്രവൃത്തി എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായ, എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ അച്ചാമ്മക്കും രവീന്ദ്രനും സച്ചിക്കും. രേവതിക്ക് സ്വർണ്ണം അങ്ങനെ ഇഷ്ടമില്ലല്ലോ. രേവതി പറയുന്നുണ്ട്, എനിക്ക് സ്വർണത്തിനോടൊന്നും അങ്ങനെ ആർത്തിയൊന്നുമില്ല, എനിക്ക് സ്വർണം വേണമെന്ന് തന്നെ ഇല്ല, ഇതൊന്നും ഇട്ടാൽ എനിക്ക് ചേരത്തില്ല, വർഷയുടെ കയ്യിനെ ചേരത്തുള്ളൂ, അതുകൊണ്ട് ഈ വള വർഷക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് രേവതി പറയുന്നുണ്ട്. എന്നിട്ട് രേവതി കേക്ക് കൊടുക്കുമ്പോഴേക്കും മഹിമ പറയും, ഞാൻ കേക്കൊന്നും തിന്നത്തില്ല, ചന്ദ്ര നീ തിന്നോന്ന് പറഞ്ഞ് ആ കേക്ക് ചന്ദ്രക്ക് കൊടുക്കുവാണേ. എന്നിട്ട് പിന്നെ മഹിമയുടെ ഒരു ഷോ ആണ് അവിടെ ഇരുന്നിട്ട്, എന്തൊരു ചൂടായി ഈ വീട്ടിൽ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്, ഈ ഹോളിൽ ഞാനൊരു AC പിടിപ്പിച്ച് തരട്ടെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചിക്കൊക്കെ ദേഷ്യം വരുവേ. സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ AC പിടിപ്പിച്ച് തരുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹിമ പറയും, അല്ല വർഷക്കൊന്നും ഇതൊന്നും ശീലമില്ല, എന്തൊരു ചൂടാ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, വർഷയുടെ മുറിയിലൊക്കെ അതിന് AC ഉണ്ട്, പിന്നെ എന്തിനാ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അല്ല ഞാൻ മേടിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട, ഇപ്പോഴത്തെ മോഡലിൽ പുതിയ AC മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ കുടുംബത്തെ മഹിമ പുച്ഛിക്കുവാണ്. പക്ഷെ ചന്ദ്രക്ക് അത് മനസ്സിലാവുന്നില്ല. ചന്ദ്ര സന്തോഷം കൊണ്ട് അങ്ങനെ നിൽക്കുവാ AC മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും. പക്ഷെ സച്ചി നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നതോടെ മഹിമ അടങ്ങുന്നുണ്ട്. എന്നിട്ട് പിന്നെ മഹിമയുടെ കുറേ പൊങ്ങച്ചൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ഇവരെ താഴ്ത്തി കെട്ടാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, ഞാൻ പോകുവാണ്. സച്ചിയാണെങ്കിൽ തിരിച്ച് മറുപടി പറയുന്നതൊന്നും മഹിമയ്ക്ക് ഇഷ്ടമല്ല. മഹിമ ദേഷ്യം വന്നിട്ട് ലാസ്റ്റ് പറയും, ഞാൻ പോകുവാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമേനെ പറഞ്ഞു വിടുവാണേ. വർഷക്കൊരു സങ്കടമുണ്ട് അമ്മ അങ്ങനെ പോയതിൽ. പക്ഷെ എന്നിരുന്നാലും അമ്മയുടെ പെരുമാറ്റം അത്രയ്ക്ക് മോശമായിരുന്നു ആ പരിപാടിയിൽ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കൊക്കെ വെച്ച് കഴിയുമ്പോൾ വർഷ പറയും, ഇന്ന് ഒരു വർഷം തികയുന്ന സച്ചിയേട്ടനെ രേവതി ചേച്ചിയെ പറ്റി എല്ലാവരും 2 വാക്ക് പറയണം എന്ന് പറയുവാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ, ഇരിക്കട്ടെ ചേച്ചി, ഇതൊക്കെ ബ്യൂട്ടിഫുൾ മെമ്മറി അല്ലേ, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോവാന്ന് വെച്ചിട്ട് വർഷ ക്യാമറ പിടിച്ചിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുവാണ്. എന്നിട്ട് ഓരോരുത്തരോടായിട്ട് അഭിപ്രായം ചോദിക്കുവാണ്. ആദ്യം ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത്, ഇവരൊന്നിച്ചതിൽ ഇവരാദ്യം എന്നോടാ നന്ദി പറയേണ്ടത്, കാരണം ഞാൻ കാരണമല്ലേ ഇവരൊന്നിച്ചത്, ഞാനില്ലായിരുന്നെങ്കിൽ ഇവൻ എവിടെ നിന്ന് പെണ്ണ് കിട്ടിയാനെ, സച്ചിൻ ആരെങ്കിലും കേട്ടോ, ഈ കള്ളികുടിയനെയൊക്കെ ആര് കെട്ടാനെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പുച്ഛിക്കുവാണേ. പാവം സച്ചിക്ക് അത് വിഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിക്കുമ്പോഴും ഇതേപോലെ തന്നെ സച്ചിയും രേവതിയും താഴ്ത്തി കെട്ടിയൊക്കെയാണ് ശ്രുതി സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ എപ്പോഴും വഴക്കായി, ഇവരുടെ വഴക്ക് കണ്ട ഇവർ ഡൈവേഴ്സ് ആകുമെന്ന് തോന്നും. സച്ചിനെ സഹിക്കുന്ന രേവതിനെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി പുച്ഛിച്ച് സംസാരിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ ഇവരെ പറ്റി നല്ലത് പറയാൻ പറഞ്ഞപ്പോൾ ഈ ശ്രുതി ചേച്ചി ശ്രുതിച്ചേട്ടനൊക്കെ കൂടി എന്താ ഈ പറയുന്നത്, നല്ലതാണോ ചീത്താണോ, ഇന്നത്തെ ദിവസം നല്ലതെങ്കിലും പറഞ്ഞൂടെ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ചന്ദ്ര അതുപോലെ തന്നെ ആദ്യം കുറേ സച്ചിയും രേവതിയും താഴ്ത്തിക്കെട്ടും. രേവതിയുടെ നാക്കിനെ പറ്റി ഭയങ്കര ചീത്ത വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് രേവതി അപമാനിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അപമാനിക്കാനാണെങ്കിലും ചന്ദ്ര പറയുന്ന ഓരോ വാക്കുകളും സച്ചിക്കും രേവതിക്കും സന്തോഷം നൽകുന്നുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും നല്ല കൂട്ട, അവന് പറ്റിയ അവളും അവള് പറ്റിയ അവളും, ഏതൊക്കെ സാഹചര്യം വന്നാലും ഇവള് പിടിച്ചു നിന്നോളും എന്നൊക്കെ പറയുമ്പോഴേക്ക് രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുറേ
ചന്ദ്ര കുറ്റമായിട്ട് 2-3 കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങളായിട്ടാണ് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ്. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡാണിത്. ഇവരുടെ ആനിവേഴ്സറി ഉടനെ തന്നെ വരുന്നതാണ്. പിന്നെ അങ്ങനെ ഇവരെ പറ്റി ആകെ നല്ലത് പറയുന്നത് നമ്മുടെ ശ്രീകാന്താണ്. ശ്രീകാന്തും നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയും മാത്രം നല്ലത് പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ രേവതിയുടെ അമ്മയോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ പോകുമ്പോഴേക്കും ശരത്ത് കയറി വരും. ശരത്തിനെ കാണുന്നതും സച്ചിക്ക് ദേഷ്യം വരുവേ. ശരത്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് അവിടെ വന്നത്. ശരത്തിന് ശരിക്കും സച്ചിക്ക് ഇഷ്ടമല്ലെന്നറിയാലോ. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നോഹിച്ചിട്ടാണ് ശരത്ത് വന്നത്. പക്ഷെ സച്ചി ആരാ മോൻ? ശരത്തിന് നല്ല സ്നേഹാദരവോടെ ക്ഷീണിച്ച്, വാട ശരത്തെ, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഇപ്പോഴാണോ വരുന്നത്? നേരത്തെ വന്നൂടെ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര സ്നേഹത്തോടെ ശരത്തിനെ വിളിച്ച് അകത്തൊക്കെ ഇരുത്തുവാണ്. സച്ചിയുടെ പതിവില്ലാത്ത സ്നേഹപ്രകടനം കണ്ടിട്ട് ശരത്ത് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ശരത്ത് ഓർത്തത് സച്ചിയേട്ടൻ പുറത്താക്കും, തല്ലി ചീത്ത പറയും, അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാന്നൊക്കെ ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ പോയത്. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. അങ്ങനെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും വിവാഹ വാർഷികം അല്പം പ്രശ്നങ്ങളോടെയൊക്കെ കടന്നുപോയെങ്കിലും നല്ലോണം തന്നെ അവർ ആഘോഷിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല ബിരിയാണി, നല്ല അടിപൊളി സദ്യയൊക്കെ ഒരുക്കിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് വിവാഹ വാർഷിക ദിവസത്തിലെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.